യൂസുഫ് നബി മരണപ്പെട്ടപ്പോൾ ഒരു തർക്കം ഉണ്ടായിരുന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം മിസ്റില് അഥവാ ഇന്നത്തെ ഈജിപ്തില് നൈൽ നദിയുടെ ഒരു കരയിലാണ് താമസമുള്ളത്. ഒരിക്കൽ മറുകരയിൽ താമസിക്കുന്ന കുറെ ആളുകൾ വന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, മഹാനവറുകളെ, നിങ്ങൾ ഞങ്ങളെ നാട്ടിൽ കുറച്ചാലൊന്ന് വന്ന് പാർത്താൽ തരക്കടില്ലായിരുന്നു എന്ന് അഭിപ്രായം ഉണ്ട് പറഞ്ഞു. അതെന്തേന്ന് ചോദിച്ചു. അതെന്തേ നിങ്ങളെ നാട്ടില് ഒന്ന് കുറച്ചാലം വന്ന് താമസിക്കാനെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിച്ചിട്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞേ. യൂസുഫ് നബി അലൈഹി ഇസ്ലാം നൈൽ നദിയുടെ ഒരു കരയിലാണ് താമസിക്കുന്നത്. ഒരിക്കൽ മറുകരയിൽ താമസിക്കുന്ന ആളുകൾ വന്നിട്ട് യൂസുഫ് നബിനോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ നാട്ടിൽ കുറച്ചാലൊന്ന് വന്ന് പാർക്കണം എന്ന് പറഞ്ഞു. അതെന്തിനാ ഞങ്ങളെ നാട്ടിൽ പാർക്കണമെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിച്ചിട്ട് ഇവിടെ എല്ലാവർക്കും നല്ലോണം പൈസ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ അവിടെ വന്ന് പാർത്ത അവിടെ എല്ലാവർക്കും നല്ല പൈസ ഉണ്ടാവുന്ന ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, എന്നെക്കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ വരാറുണ്ട്. അങ്ങനെ പോയി പാർത്തു എന്നാണ്. ഓല് വിചാരിച്ച മാതിരി തന്നെ ഓൽക്ക് നല്ലോണം പൈസ ഉണ്ടായി, നല്ല പൈസക്കാരായി, കടമൊക്കെ വീടി, പെരപ്പണിയൊക്കെ തീർന്ന് നല്ല റാഹത്തായി, കച്ചവടമൊക്കെ ഉണ്ടായി, കൃഷിയൊക്കെ നടന്ന് ഉഷാറായി. പക്ഷെ ഒരു സംഭവം ഉണ്ടായത്, യൂസുഫ് നബി അലൈഹി ഇസ്ലാം മറുകരയിൽ വെച്ച് വഫാത്തായി. മടങ്ങിപ്പോരുന്നതിന് മുമ്പ് മരിച്ചു. മരിച്ചപ്പോൾ ഒരു തർക്കമുണ്ടായി. ഓല് പറഞ്ഞു, അക്കരമക്കാര് പറഞ്ഞു അമ്പിയാക്കൾ മരിച്ചോട് തന്നെ മറവ് ചെയ്യണം എന്നാണ്, ഇവിടെ തന്നെ മറവ് ചെയ്യണം. ഇക്കരമക്കാര് പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ നിന്നേ തൽക്കാലം ഒന്ന് കുറച്ച് ദിവസം ഇങ്ങോട്ട് വന്നതാണ്, അയക്കൂല, ഞങ്ങൾ നാട്ടിൽ കൊണ്ടുപോകാൻ ആംബുലൻസ് വിളിക്കാറ്. അങ്ങനെ തർക്കായി. ആംബുലൻസ് ഉണ്ടായിരുന്നോ അന്നൊന്നും ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ല എന്നാണ്. അല്ല, ഇനി പൈമ എങ്ങനെ ആലോചിച്ചെടുക്കും അന്ന് ആംബുലൻസ് ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ പറഞ്ഞു. അവസാനം തർക്കമായി എന്ന് പറഞ്ഞ് അത് തഫ്സീറിലൊക്കെ പറയുന്നുണ്ട്, ഹത്താ യഖ്തത്തിലു എന്നാണ്. രണ്ടു കൂട്ടരും വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി എന്നാണ്, മയ്യത്ത് വിട്ടിട്ടാന്. അവസാനം രണ്ട് നാട്ടിലെയും ജഡ്ജിമാർ യോഗം ചേർന്നിട്ട് ഒരു തീരുമാനം എടുത്തു. എന്താ തീരുമാനം? നൈൽ നദിക്ക് കുറുകെ മണലും ചാക്ക് വെച്ചിട്ട് വെള്ളം കെട്ടി നിർത്തി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പെട്ടിയിലാക്കി നടുവിൽ മറവ് ചെയ്തിട്ട് രണ്ടു ഭാഗത്തേക്കും വെള്ളം തിരിച്ചുവിടാം എന്ന് തീരുമാനിച്ചിട്ട് യൂസുഫ് നബിയെ നൈലിന്റെ നടുവിലാണ് മറവ് ചെയ്തത് എന്നാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം അമ്പിയാക്കളിൽപ്പെട്ട ചിലർക്ക് അള്ളാഹു സ്വപ്നം മുഖേനയായി യൂസുഫ് നബി അവിടെ നിന്ന് എടുത്തുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ അടുക്കൽ കൊണ്ടുപോയി മറവ് ചെയ്യാൻ അറിയിപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നൈൽ നദിയിൽ നിന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനാസ ഉൾക്കൊള്ളുന്ന പേടകം, ആ പെട്ടിയെടുത്ത് ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്ത് ഇബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ അമ്പിയാക്കൾ എവിടുന്നാ വഫാത്തായത് വെച്ചാൽ അവിടെ തന്നെ മറവ് ചെയ്യലാണ് പതിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ കട്ടിലുമ കടന്നിട്ടാണ് മരിച്ചിട്ട് വഫാത്തായിട്ടുള്ളത്. ആ കട്ടിലിന് മാറ്റിങ്ങാണ്ട് അതിൻ്റെ ചോട്ട് തന്നെയാണ് മറവ് ചെയ്തത്. പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറവ് ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ആയിഷ ബീവിയുടെ അടുക്കലൊന്ന് പോകണം, അതിൻ്റെ അടുത്ത് എനിക്കൊരു സ്ഥലം തരുമെന്ന് ചോദിച്ചു നോക്കണം. പിന്നെ പോയി പറയുമ്പോൾ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വേണം ചോദിക്കാൻ. അമീറുൽ മോമിനീൻ ചോദിക്കാൻ പറഞ്ഞതാന്ന് പറയരുത്, ഉമർ ചോദിക്കാൻ പറഞ്ഞാന്ന് പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങളുടെ അമീറുൽ മോമിനീൻ അല്ലാതെ ആയിട്ടുണ്ട്, ഇനി എനിക്ക് ഭരിക്കാനൊന്നും കഴിയൂല, മരണം ഉറപ്പായിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ഭരിക്കൊന്നുമില്ല, അതുകൊണ്ട് അമീറുൽ മോമിനീൻ എന്ന് പറയണ്ട, ഉമർ ചോദിക്കാൻ പറഞ്ഞതാണെന്ന് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് ചോദിച്ചു. ആയിഷ ബീവി സമ്മതിച്ച വിവരം അറിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത്രേ, അൽഹംദുലില്ലാഹ്, എനിക്ക് ഈ ദുന്യാവിലുണ്ടായ ഏറ്റവും വലിയ ടെൻഷൻ നബിതങ്ങളെടുത്തൊരു ഖബറിന് സ്ഥലം കിട്ടൂലേ എന്നുള്ള ടെൻഷൻ മാത്രമായിരുന്നു, അത് തീർന്നതിൽ സന്തോഷമുണ്ട് പറഞ്ഞു എന്നാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനേക്കാൾ അപ്പുറത്താ പറഞ്ഞത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ വഫാത്തിന് മുമ്പ് തൻ്റെ മക്കളെയും അനുയായികളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ചിട്ട് റൗദ ഷരീഫിന്റെ അടുത്ത് കൊണ്ടച്ചിട്ട് നബിനോട് ചോദിക്കണം, അബൂബക്കറിനെ കൊടുത്തിട്ടുണ്ട് എന്താ കാട്ടേണ്ടത് എന്ന്. ആ ചോദിക്കാൻ പറഞ്ഞ ഒരു ധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യത്തിനാണ് മഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാം. ആ ഖബറിന് എന്തെങ്കിലും ഒരു മറുപടി കിട്ടുന്നുള്ള ഉറപ്പില്ലേ, ആ ഉറപ്പിന്റെ പേരിന് ഇഷ്ട് എന്ന് പറയും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്തായി. ജനാസ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ചിട്ട് സ്വഹാബത്ത് റൗദ ഷരീഫിന്റെ അടുക്കൽ കൊണ്ടുപോയി വെച്ചിട്ട് ചോദിച്ചു. മറുപടി വന്നു, ഉദ്ഖുലിൽ ഹബീബ ഇലൽ ഹബീബ്,
ഇഷ്ടനെ ഇഷ്ടനിലേക്ക് പ്രവേശിപ്പിച്ചു കൊള്ളുക. അങ്ങനെയാണ് മഹാനായ സയ്യിദ്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ അവിടെ മറവ് ചെയ്യുന്നത്. എന്താ സ്വഹാബത്തിന്റെ പ്രത്യേകത? മുഹമ്മദ് നബിയോടുള്ള താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഈമാൻ പറഞ്ഞത്. സ്വഹാബത്തിന്റെ അടുക്ക് വേറെ ആരും എത്തൂല. എന്തേ കാരണം? ഓലും മുത്തുനബിനെ നേരിട്ട് കണ്ടവരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ കാരണം. അതുകൊണ്ട് ഈമാൻ കൊണ്ട് വേറെ ആരും അടുക്ക് എത്തൂല. അതന്നെയാണ് കാരണം. അപ്പൊ ഒന്നാമത്തത് ഈമാന്റെ സംരക്ഷണമാണ്. അതിന് മുഹമ്മദ് നബി ഖൽബിൽ വലുതാവണം. എത്ര വലുതാവുന്നോ അത്രത്തോളം ഈമാൻ ഉണ്ടാവും. മുഹമ്മദ് നബി കൽബിൽ ചെറുതായി വന്നാൽ ആദ്യം ബിദ്അത്ത്, പിന്നീട് അത് യുക്തിവാദമായി മാറും, മെല്ലെ നിരീശ്വരവാദത്തിലേക്ക് പോകും. മുഹമ്മദ് നബി ചെറുതായി ഈമാൻ പോകുന്ന 100% ഉറപ്പാണ്. അള്ളാഹുവിനെ എതിർത്ത് സംസാരിച്ചവൻ അവസാനം തൗബയിട്ടി ഈമാണ്ടായി ഷഹാദത്ത് കല്ലി മുസ്ലിമായി സ്വർഗത്ത് പോയിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ബിൻ സുലൂൽ എന്ന് പറയുന്ന ഒരാള്. മദീനയിൽ മുനാഫിക്കുകളുടെ നേതാവ്. 5 വക്തിനും പള്ളിക്കുണ്ടാവും. യുദ്ധത്തിന് പോകുമ്പോഴൊക്കെ കൂടെ പോരും. അയാൾ മരിച്ചു. മറവ് ചെയ്യുന്ന സ്ഥലത്ത് നബി തങ്ങൾ ചെന്നു. ഖബറിലേക്ക് ഇറങ്ങി നിന്നു. മയ്യത്ത് തൊടമ്മക്ക് വാങ്ങിവെച്ച് തോളിലുണ്ടായിരുന്ന മുണ്ടെടുത്ത് പുതച്ചു കൊടുത്തിട്ട് അയാളെ മറവ് ചെയ്ത് മൂടുകല്ല് വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് മറങ്ങി വരുമ്പോ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ഒരു ആയത്ത് ഓതി കൊടുത്തു. ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ലൻ യഗ്ഫിറല്ലാഹു ലഹും. നബിയെ, അയാൾക്ക് പൊറുക്കണമെന്ന് നിങ്ങൾ 70 തവണ പറഞ്ഞാലും ഞാൻ അയാൾക്ക് പൊറുക്കൂല നബിയേ. ഈ ലോകത്ത് ആരെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് നബിയെ ഇൻസൾട്ട് ചെയ്തവൻ മാത്രമാണ് പരാജയപ്പെടുക. സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. രണ്ടാമത്തേത് വിജ്ഞാനത്തിന്റെ ഉയർച്ചയാണ്. രണ്ടാമത്തെ പുരോഗതി ഇൽമിന്റെ ഉയർച്ച. ഇൽമിൽ വെച്ച് ഏറ്റവും വലിയ ഇൽമ് മുഹമ്മദ് നബിനെ പറ്റിയുള്ള ഇൽമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വിവരത്തിൽ വെച്ച്. കാരണം എന്താ? കാരണം ലോകത്തെ ഏറ്റവും വലിയ ജാഹിൽ അബൂജാഹിലാണെന്നുള്ളത് തന്നെ കാരണം. ലോകത്തെ ഏറ്റവും വലിയ ജാഹിൽ അബൂജാഹിലാണല്ലോ റഹ്മത്തുള്ളാഹി അലൈഹി. ജഹല് 2 തരത്തിലുണ്ട് എന്നാണ്. ഒന്ന് ജഹല് മുറക്കബ് എന്ന് പറയും, മറ്റൊന്ന് ജഹല് ബസീത്ത് എന്ന് പറയും. രണ്ടും കൂടിയതാണ് അബൂജാഹിൽ എന്ന സാധനം. 2 ജഹലും കൂടിയിട്ടുള്ളതാണ്. അബൂജാഹിൽ പറഞ്ഞാല് ഒരു വിവരമില്ലാത്തോന് എന്നല്ല. അബൂജാഹിലിന് ഒരു വിവരമില്ല എന്നല്ല. നമ്മൾ സാധാരണ എപ്പോഴും ദുആ ചെയ്യും, പഠിച്ചോനെ നാഫിയ ഇൽമ നൽകണേ എന്ന്. സത്യത്തില് നാഫിയ ഇൽമ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ളാറായ ഇൽമ എന്നാണ്. നാഫിയ ഇൽമ എന്ന് പറഞ്ഞാൽ ഉപകാരമുള്ള ഇൽമ എന്നാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉപദ്രവമുള്ള ഇൽമ എന്നാണ്. നാഫി എന്ന് പറഞ്ഞാൽ ഉപകാരമുള്ളത്, അതിന്റെ ഓപ്പോസിറ്റ് ളാറ് ഉപദ്രവമുള്ളത്. ഉപകാരമുള്ള ഇൽമ തരണേന്ന് നമ്മളെപ്പോഴും ദ്വാരക്കും. പക്ഷെ ഇൽമ 2 എണ്ണം ഇല്ല എന്നാണ്. ഇൽമ ഒന്നേ ഉള്ളൂ, ആളാണ് 2 എണ്ണം. ഉപകാരമുള്ള മനുഷ്യൻ പഠിക്കുന്ന ഏത് വിവരവും ഉപകാരമുള്ളതും, ഉപദ്രവമുള്ള മനുഷ്യൻ ഏത് വിവരം പഠിച്ചാലും ഉപദ്രവമായിരിക്കും എന്നാണ്.